ഹായ്, പിന്നെ എൻ്റെ 2 ദിവസത്തെ പ്രൊസീജിയറായിരുന്നു. അത് ഇന്നാണ് കംപ്ലീറ്റ് ആയത്. പിന്നെ എനിക്ക് ഡോക്ടർ നല്ലൊരു ഹെയർ ലൈനും കാര്യങ്ങളും വരച്ചു തന്നിട്ട് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നല്ല ഹെയർ ലൈൻ എനിക്ക് കിട്ടി. ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇനി ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഞാൻ വീഡിയോസിലൂടെ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഹായ്, എൻ്റെ പേര് നിതിൻ. ഞാൻ മഞ്ചേരി ഹെയർ ഓപ്ഷനാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. ഇപ്പോൾ എനിക്കൊരു 8 മാസമായി. അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളും കിട്ടി. പിന്നെ എനിക്കിപ്പോൾ ഇത് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ എനിക്ക് 2 സൈഡ് തന്നെ കയറിപ്പോയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങുന്ന സമയത്തും ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന സമയത്തും ഓരോ പരിപാടിക്ക് പോകുന്ന സമയത്തൊക്കെ ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് എടുക്കുമ്പോഴൊക്കെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കോൺഫിഡൻസിനെ കുറച്ച് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ക്ലിനിക്ക് വന്ന് ട്രാൻസ്പ്ലാന്റേഷൻ 3200 ഗ്രാഫ്റ്റ് ഏകദേശം ചെയ്തു. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇപ്പോൾ ഏകദേശം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അതിൻ്റെ കുറേ പഴയ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ നല്ല നെറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല റിസൾട്ടും കിട്ടി. അതിനുശേഷം നാട്ടിലിറങ്ങുന്ന സമയത്തായാലും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിന് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരാൾ ഇവിടെ വന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. പിന്നെ ക്ലിനിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ മന്ത്ലി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫായാലും നല്ല രീതിയിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഒരു 3 മാസം 4 മാസമൊക്കെ ആയപ്പോഴേക്കന്നെ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ തളുത്ത് വരുന്നുണ്ടായിരുന്നു മുടി. അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കും, പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്തതിന് ശേഷം ഉണ്ടായ മാറ്റം വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മുടി എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാരണം ആദ്യം ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു എനിക്ക്. ബിഫോർ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഏജ് ഉണ്ടായിരുന്നു മുടി കയറിയതിന് ശേഷം. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുടി വന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടി. നിങ്ങൾക്ക് ആരെങ്കിലും ഹെയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് ഹെയർ ക്രാഫ്റ്റ് ചൂസ് ചെയ്യാം. താങ്ക് യു ഹെയർ ക്രാഫ്റ്റ്.